ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ചെയ്തു. കോഴിക്കോട്ട് പ്രതിഷേധിച്ച ഹോട്ടൽ ഉടമകൾ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കഴിഞ്ഞ 5 മാസത്തിനിടെ 1500ഓളം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യ വിതരണ മേഖലയെ ആകെ തകർത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വ്യാപാര ദ്രോഹ നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുക, ഗ്യാസ് സിലിണ്ടറുകളുടെ തുടങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ അടക്കമുള്ള വ്യാപാരി സംഘടനകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കേരള ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതിയും കടകൾ അടച്ചിട്ടു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ ഒരു 2 മാസത്തിനുള്ളിൽ 62% വില വർദ്ധിപ്പിച്ച ഒരു ഉൽപ്പന്നവും ഇന്ന് വിപണിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹോട്ടലുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാചകവാതകം. രാവിലെ നമുക്കൊരു കട തുറക്കണമെങ്കിൽ കട തുറക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ഗ്യാസ് ഓൺ ചെയ്തിരിക്കണം. നമുക്കറിയാം, ചായകളൊക്കെ കിട്ടുന്ന ചായ തിളപ്പിക്കണമെങ്കിൽ 1 മണിക്കൂർ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കണം. തിളച്ച് അതിനുശേഷമേ കട തുറക്കാൻ പറ്റുള്ളൂ. അതേപോലെ ദോശ, പൊറോട്ട, ഈ ഉൽപ്പന്നങ്ങളൊക്കെ വലിയ സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ്. ആ അടുപ്പ് 1 മണിക്കൂർ മുമ്പ് ഓണാക്കി കഴിഞ്ഞാലേ നമുക്ക് ദോശയും പൊറോട്ടയും എല്ലാം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കട തുറക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപ് ഗ്യാസ് ഓൺ ചെയ്ത ആ ബർണർ കട ക്ലോസിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാചകവാതകം. സംഘടന സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സുഗുണൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് യു സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സാദിഖ് സഹാറ, വി സുനിൽകുമാർ, വരുൺ ഭാസ്കർ, ജാഫർ, പ്രേംചന്ദ്, രൂപേഷ് കോളിയോട്ട് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എക്സിറ്റ് പോളുകൾ LDF-ന് വിധിയെഴുതിയ